ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇന്നത്തെ ക്ലാസ്സിൽ SSLC മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. ഈ ചാപ്റ്ററിന്റെ രണ്ട് കാര്യങ്ങൾ അഥവാ ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റുകൾ മൊത്തം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാ, കണ്ടന്റ് പറഞ്ഞതാ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ. ഇനിയുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോ ഐഡിയാസ് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോണത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. തുടങ്ങുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ഇപ്പോ ഇത് 30 ഇത് 20. ഈ സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഒരു ആംഗിൾ നോക്കി, ഇതില് ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നിങ്ങളെ മുന്നിലുള്ള ടാസ്ക്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോ ഇവിടെ ഒരു വര വരച്ചോട്ടെ, ഒരു വര വരച്ചു. ഞാൻ ഈ വര ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തോട്ടെ, ഹൈലൈറ്റ് ചെയ്തു. ഞാൻ ഈ വരയും കൂടി ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തോട്ടെ, ഹൈലൈറ്റ് ചെയ്തു. ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ. സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന വരയെ വിളിക്കുന്ന പേരാണ് റേഡിയസ്. അപ്പൊ ഇതും റേഡിയസ് തന്നെയല്ലേ, ഇതും റേഡിയസ് തന്നെയല്ലേ, ആരം. അപ്പൊ ഇവിടെ 3 ആരുണ്ട്. ആ 3 ആരങ്ങളും സെയിം അല്ലേ വരിക. ഇതും 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 സെയിം ആണ്. ആ ലൈൻസ് 3 സെയിം ആണ്. ഇനി ഇങ്ങനെ ശ്രദ്ധിക്കണേ. ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് പരിചയിച്ചു നോക്കി. ഈ റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ മാത്രം. ഈ ആംഗിൾ 20. അതാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. കുറച്ച് വലുതാക്കിയപ്പോൾ പഴയതാണ്. ഇത് ഈ സാധനം ഇവിടെയാണ് 20. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തുതരാം. ഇവിടെ 20 തന്നിക്കണത്. ഇവിടെ 20 ഈ ആംഗിൾ. എടാ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിൾ മാത്രം നോക്കണേ. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ അല്ലേ. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത് 20. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും 20 തന്നെ ആയിരിക്കും. ഇവിടെയുള്ള ആംഗിൾ അതും 20 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ സൈഡിന്റെ ട്രയാങ്കിൾ നോക്കി, ഇവിടെ ഇതേപോലെ തന്നെ ആലോചിച്ചാൽ ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 30. ഇപ്പൊ ഇവിടെ ടോട്ടൽ എത്രയായി? 30 20. ഈ ഒരു ആംഗിൾ ടോട്ടൽ 50 ഡിഗ്രി ആയില്ലേ. ഈ ഒരു ആംഗിൾ ടോട്ടൽ എത്ര ഡിഗ്രി ആയി? 50 ഡിഗ്രി ആയിട്ട്. അത് ഞാൻ ഇവിടെ ചെയ്താ എസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ്. 50 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 50 ആണ്. ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ആലോചിച്ച് പറഞ്ഞൂടെ. സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലേടാ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ. അവിടെ ടോട്ടൽ 50. രണ്ടും കൂടി കൂട്ടി 50 കിട്ടുന്നത്. സോ ഇവിടെ എത്ര വരും? 100 വരും. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആണെന്ന് പ്രതീക്ഷിക്കണം. സോ ദെൻ ഇത് 100 ആണെങ്കിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ. ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണ്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഇത് എത്രയെന്നുള്ളത്? ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരു ട്രയാംഗിളിൽ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടേണ്ടത്. അതിൽ 100 ഈ ചങ്ങായി കൊണ്ടുപോയിക്കണം. ബാക്കി ഇനി 80 കൂട്ടിയാക്കുള്ളൂ. എങ്ങനെ ഈച്ച് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം? 40 40 ആണോ? അല്ലേ. ഈ രീതിയിലായിരിക്കും ഉത്തരം വരിക. ഇത്രയാണ് ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി ഉത്തരം ചെയ്യാൻ വേറെ രീതി കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ഇറേസ് ചെയ്യാണ്. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇവിടെ 20 അല്ലേ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഈ ഗ്യാപ്പിലുള്ള ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇതങ്ങോട്ട് നോക്കണേ. ഈ ഗ്യാപ്പിലുള്ള ആംഗിൾ എത്ര? ഗ്യാപ്പിലുള്ള ആംഗിൾ 30. ഈ ഗ്യാപ്പിലുള്ള ആംഗിളോ 20. ഗ്യാപ്പ് കറക്റ്റ് ആണല്ലോ. ഇങ്ങനത്തെ ചോദ്യം വരും കേട്ടോ. ഈ 30ഉം ഈ 20ഉം കൂട്ടിയാൽ എത്ര? അതായിരിക്കും ഇവിടെ വരിക 50. അതായിരിക്കും ഇവിടെ വരിക. അത് എന്തുകൊണ്ടാണ് വരിക നിങ്ങൾക്ക് അറിയാം. ലൈൻ വരച്ചാൽ ഇവിടെ 20 30. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100. ഇനി ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ 180 അല്ലേ കിട്ടുക. അതിൽ 100 ഈ ചങ്ങായി കൊണ്ടുപോയില്ലേ. ബാക്കി 80 അല്ലേ കൂട്ടിയാക്കുള്ളൂ. ഇപ്പൊ ഇത് 40ഉം ഇവിടെ 40. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഈ രീതിയിലായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, സോൾവ് ചെയ്യുന്നുണ്ടാവുക. ഇതൊരു ട്രിക്കാണ്. ഇത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള ആംഗിൾസ് നിങ്ങൾ ചോദിച്ച് വായിച്ച് ചെയ്ത് കേട്ടോ. സോ ദെൻ ഇതെങ്ങനെ വരിക? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിക്കണേ. ഈ ചിത്രം നോക്കി നോക്കൂ. ഈ ചിത്രം നോക്കൂ. ഇവിടെ എത്രയായിരിക്കും വരിക? ഇത് ടോട്ടൽ 360 അല്ലേ. ഇത് 210 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 360 210 കുറച്ചാൽ പോരെ. കുറച്ച് കഴിഞ്ഞാൽ 150 കിട്ടും. പിന്നൊരു കാര്യം,
ഇതിന്റെ പകുതിയല്ലേ ഇവിടെ വരിക, ആൻഡ് ഇതിന്റെ പകുതിയേക്കാരം ഇവിടെ വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ 150ന്റെ പകുതി ഇവിടെ എത്രയേക്കാരം വരിക? 75. അപ്പൊ ഇവിടെ എത്ര വരിക? 210ന്റെ പകുതിയാണ് വരിക, 105. പിന്നെ ഒരു കാര്യം കൂടി, ഇത് രണ്ടും കൂട്ടിയ 360. ഓക്കെ ആണല്ലോ. ഇതിന്റെ പകുതിയാണ് ഇവിടെ, ഇതിന്റെ പകുതിയാണ് ഇവിടെ. അപ്പൊ ഈ പകുതികൾ കൂട്ടിയ എത്ര വരിക? 360ന്റെ പകുതി 180. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾസ് കൂട്ടി വെക്കുക, 180 കിട്ടുക. അപ്പൊ 75 കിട്ടാൻ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ആംഗിൾസ് ഒക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി? 105. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇത് ശ്രദ്ധിച്ചോ, ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ചെന്നൊരു കാര്യമാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ഡി? ഈ ആംഗിൾ ഡി കണ്ടുപിടിക്കാൻ പണിയൊന്നും ഇല്ലല്ലോ. ഉണ്ടായിക്കണം. ഇത് എത്രയേക്കാരം വരിക? ടോട്ടല് 4 ആംഗിളും കൂടി കൂട്ടിയ ടോട്ടൽ എപ്പോഴും 360 അല്ലേ വരിക, 4 ആംഗിൾ ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് 100, 110, 210, 210, 60, 270 360 270 പോയി കഴിഞ്ഞാൽ 90. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ച, ചെക്ക് വെദർ ദ ഡി വെർട്ടെക്സ് ഡി ഈസ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ വിത്ത് എ സി എസ് ഡയമീറ്റർ. ഞാൻ എ സിനെ ഡയമീറ്റർ ആയിട്ട് വരക്കണം. എ സി ഏതാ? ഇതല്ലേ എ സി. എ സി ഡയമീറ്റർ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എ സിന്റെ സെന്ററിൽ കുത്തിയിട്ട് ഒരു സർക്കിൾ വരക്കണം. ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവും. ഇഞ്ച ചോദ്യം ഇതാണ്, ഈ സർക്കിളും അത് തട്ടുവോ അതോ ഇത് പുറത്താണോ? ഈ ഡി എന്ന ആംഗിള് പുറത്താണോ ഉള്ളിലാണോ സർക്കിളും വേണോ? വളരെ ബേസിക് ആയിട്ട് ബാങ്ക് കൊടുക്കണ്ടല്ലേ, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഇതും കൂടി സോൾവ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയെടുക്കാം. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെമി സർക്കിളും ഇവിടെ സെമി സർക്കിൾ വരിക. സെമി സർക്കിളിന്റെ ആംഗിൾ എപ്പോഴും 90 അല്ലേ വരിക. ഇപ്പൊ ഇത് 90 അല്ലേ വന്നിരിക്കുന്നത്, കറക്റ്റ് സർക്കിൾ മേക്കാരം. ഓക്കെ ആണല്ലോ. സോ ഇത് 90 ആണ്. ഇപ്പൊ അത് ഓൺ ദ സർക്കിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ചെക്ക് വെദർ എ ആൻഡ് സി ആർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് വിത്ത് ബി ഡി എസ് ഡയമീറ്റർ. ബി ഡിനെ ഡയമീറ്റർ ആക്കുക. എങ്ങനെ വരിക? ബി ഡി ഡയമീറ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ വരും ബി ഡി, ഇങ്ങനെ വരും. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ കുത്തിയാണ്ട് സർക്കിൾ വരക്കും. തിരിച്ചായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കാരണം എന്താ പറയുക, 90 ചെറിയ ആംഗിൾ പുറത്തേക്കാരം, 90 വലിയ ആംഗിൾ ഉള്ളിൽ വരും. ഇത്രേ ഉള്ളൂ. സോ ഇനി ശ്രദ്ധിച്ച് കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ വെറുതെ ഒരു ആംഗിൾ വരക്കട്ടെ. ഇത് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കോഡാണല്ലോ, ഇതൊരു കോഡാണെങ്കിൽ മനസ്സിലാക്കുക, ഇത് മൈനർ ആർക്കാണ്, ഇത് മേജർ ആർക്കാണ്. മേജർ ആർക്കത്തെ ആംഗിൾ എപ്പോഴും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരിക? ഇവിടെ 50 ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരിക? നമുക്കറിയാം, ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾസ്, ഇത് മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. ഈ 2 ആംഗിളും കൂടി കൂട്ടി എത്ര വരണം? ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾസ് കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180യിൽ നിന്ന് 50 കുറച്ചാൽ മതി, യു വിൽ ഗെറ്റ് 130. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, പക്ഷെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. ഒന്ന് കട്ട് ചെയ്യോ. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഈ ആംഗിളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് പാളി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം പോകണം. ഇങ്ങോട്ട് നോക്കിക്കോ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അല്ലെ, 4 സൈഡ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ക്രോസ് ചെയ്തൊക്കെയാണ്. അപ്പൊ ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സെന്റർ ഒന്നല്ല, ഒരു സൈഡിലേക്കായിരിക്കും. അപ്പൊ സെൻട്രൽ ആംഗിൾ ആണെന്നൊന്നും കരുതണ്ട. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യം മാത്രം ആലോചിക്കുക. എ ബി എന്നുള്ളൊരു കോഡ് കണ്ടല്ലോ. എ ബിയുടെ ഒരറ്റാണ് എ, മറ്റേ അറ്റാണ് ബി. എയിൽ നിന്ന് തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന 2 ആംഗിളുകളുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഒരു കോഡിന്ന് നമ്മൾ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരു ആംഗിൾ വരച്ചു. ഇതിപ്പോ 50 ആണ്. ഇപ്പൊ ഈ ആംഗിൾ ഇത്ര തന്നെ ആയിരിക്കും, 50 അല്ലേ വരിക. നമുക്കറിയാം ഒരേ ആർക്കത്തെ ആംഗിൾസ് ഒക്കെ സെയിം ആണെന്നുള്ളത്. മക്കളെ, അങ്ങനെ 2 സെയിം ആംഗിൾസ് ഇവിടെ ഉണ്ട്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞുതരാം. എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ഒരു ആംഗിൾ ആണ് ACB. വേറൊരു ആംഗിൾ കൂടി ഉണ്ടല്ലോ, ADB ആണോ അല്ലേ? ഈ 2 ആംഗിൾ അല്ലേ അത്? ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ മറ്റേത് തന്നെ കാരണം. അഥവാ ഒരു ആർക്ക് ഇങ്ങനെ വന്നാൽ എത്ര ആംഗിൾ വരച്ചാൽ അതൊക്കെ സെയിം ആട്ടോ. സോ ദെൻ ഇവിടെ ADBയും ACBയും ഒരേ കോഡുമെന്നുള്ള ആംഗിൾസ് ആണ്. അത് 2 സെയിം ആണ്. ഇത് 50 തന്നെയാണ്. ഇനി നിങ്ങൾ എന്താട്ടെ, നിങ്ങളെ ചിത്രം ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് നിങ്ങളെ ഇതേപോലെ തന്നെ AB നിൽക്കണ പോലെ തന്നെ AD നിങ്ങളെ നേരേക്കുക. AD നിങ്ങളെ നേരേക്കുക. എയും ഡിയും നിങ്ങൾ വിരൽ ഇങ്ങനെ വെച്ചാൽ മതി, 2 വിരൽ വെക്കുക. എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന 2 ആംഗിളുകളുണ്ട്. ഒരു ആംഗിൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ.
എ ബി ഡി, വേറൊന്നും കൂടി ഉണ്ട് എ സി ഡി. ഇത് രണ്ടും കൊന്നറമ്പല്ല ഇരിക്കണുണ്ടോ? ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ രണ്ടും നമുക്ക് അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ആ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ എന്തായിട്ടാണ് ഇതും ഇതും ഈക്വൽ ആണെന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ആംഗിൾ കിട്ടിയാൽ മതി. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താ ഡിസിനെ പിടിക്കുക. നിങ്ങളെ ബുക്ക് തിരിച്ചു പിടിക്കുക. നിങ്ങളെ ബുക്ക് തിരിച്ചെടുക്കുക, ഒരു പണിയില്ല. ഡിയിൽ പിടിക്കുക, സിയിൽ പിടിക്കുക. ഡിമെന്ന് തുടങ്ങി സിയിൽ അവസാനിക്കുന്ന രണ്ട് ആംഗിളുകൾ ഉണ്ട്, സർക്കിളുമ്പോൾ തട്ടി വരുന്നത്. ഒന്ന് ഡി ബി സി, ഒന്ന് ഡി ബി സി, മറ്റൊന്ന് ഡി എ സി. ആണോ അല്ലേ? ഈ രണ്ട് ആംഗിളുകൾ സെയിം ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇതും 40 ആയിരിക്കും. ഈ രീതിയിൽ എല്ലാം കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നാൽ ഇവിടെ 40 കിട്ടും. ഇനി തിരിച്ച് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 വരും. കാരണം അതൊക്കെ തുടങ്ങുന്നത് ഒരേ പോയിന്റ്സിലായിരിക്കും. ഇനി നോക്കിക്കോ, ഈ ട്രയാങ്കിൾ ഉണ്ടോ? ഇവിടെ 50 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ടോട്ടല് ഇവിടെ 50, ഇവിടെ 40, അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഒരു ട്രയാങ്കിൾ 3 ആംഗിളും കൂടി കൂട്ടിയ 180 അല്ലേ? 50 40 കൂട്ടിയപ്പോ തന്നെ 90 150 90 പോയാൽ ബാക്കി 90 സോ ഇവിടെ 90 ആയിരിക്കും. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇനി ഒരു കാര്യം കൂടി, ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലൈൻ, രണ്ട് ലൈനിന്റെ ജംഗ്ഷൻ വന്നു, ഇതിപ്പോ ഒരു 80 ആണ് എഴുതിക്കോ. ഇത് എത്ര ആയിരിക്കും അറിയോ? 100 ആയിരിക്കും വരിക. കാരണം എന്താ? ആലോചിച്ച് നോക്കി, ഇതൊരു ലൈൻ അല്ലേ? ഒരു ലൈന് മറ്റേ രണ്ട് ആംഗിൾ അല്ലേ? ലീനിയർ പെയർ അല്ലേ? ഇനി അതേപോലെ തന്നെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ലൈൻ അല്ലേ? ഈ ലൈന് മറ്റേ രണ്ട് ആംഗിൾ അല്ലേ? ഇത് രണ്ടും. ഇപ്പൊ ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? വീണ്ടും ഇത് 80 വരും. ഇത് വീണ്ടും 100 വരും. ഇപ്പൊ എപ്പോഴും ആലോചിക്കും, ഒരു ജംഗ്ഷൻ, രണ്ട് ലൈൻസിന്റെ ജംഗ്ഷൻ വന്നാൽ ഓപ്പോസിറ്റ് സെയിം ആയിരിക്കും. അടുത്തുള്ളത് മറ്റേ സപ്ലിമെന്ററി ആയിരിക്കും. രണ്ടും കൂടി കൂട്ടിയ 180. ഇപ്പൊ ഇത് 90 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 90 ആയിരിക്കും. ഇനി ഇത് എത്ര വരിക? ഒരു ലൈനിൽ ഇതാ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 ആയിരിക്കും. കാരണം എന്താ? രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടുള്ളൂ. 90ക്ക് മാത്രമേ പ്രത്യേകത ഉള്ളൂ. ഇപ്പൊ ഇത് 90, ഇത് 90. ഇനി ഇത് 90, ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30 വരും. നോക്കിയാൽ മതി, 3 ആംഗിളും കൂടി കൂട്ടി. അതേപോലെ തന്നെ മേലിൽ 30 എന്നല്ലേ വരിക. ഈ രീതിയിൽ ചെയ്യാം. വേറൊരു ട്രിക്കും കൂടി ഉണ്ട്, വേറൊരു ടെക്നിക്ക് കൂടി ഉണ്ട്. അതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടെക്നിക്ക്. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ 4 ട്രയാങ്കിൾ ഉണ്ടാവും. റൈറ്റിലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, ലെഫ്റ്റിലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, മേലൊരു ട്രയാങ്കിൾ ഉണ്ടാവും, താഴെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഒരു കാര്യം എപ്പോഴും ആലോചിച്ചോ, റൈറ്റ് ദ ട്രയാങ്കിൾ ഈ ആംഗിൾസ് അല്ലേ? ഇത് ഈ ആംഗിൾസ് തന്നെ ആയിരിക്കും ലെഫ്റ്റ് ദ ട്രയാങ്കിളോ. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിളാ, സദൃശ ത്രികോണങ്ങളാണ്. അതേപോലെ മേലത്തെ ട്രയാങ്കിളിൽ ഈ 3 ആംഗിൾ ഇല്ലേ, അതേ ആംഗിൾ തന്നെ ആയിരിക്കും താഴത്തെ ട്രയാങ്കിളും. മറക്കണ്ട, മേലെയും താഴെയുമുള്ള എല്ലാ ആംഗിളും 3 ആംഗിളും സെയിം ആയിരിക്കും. അതേപോലെ റൈറ്റിലും ലെഫ്റ്റിലുള്ള എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇവിടെ അതെങ്ങനെ യൂസ്ഫുൾ ആക്കാൻ നോക്കാം. നോക്കിക്കോ, ഈ ചിത്രത്തിൽ തന്നെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ ഒരു 50 ഉണ്ട്, പിന്നെ ഏതല്ല 40 60. ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടെ ഒരു 40 ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ലെഫ്റ്റ് ട്രയാങ്കിൾ നോക്കാം, അതേസമയം റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ലെഫ്റ്റ് ട്രയാങ്കിളിൽ മേലുള്ള ആംഗിൾ 50 അല്ലേ? അപ്പൊ റൈറ്റിലും മേലെ 50 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെയും 50. ഇനി അതേപോലെ തന്നെ റൈറ്റിൽ ഇവിടെ 40 അല്ലേ? അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ലെഫ്റ്റ് ട്രയാങ്കിളിൽ അതേ സ്ഥലത്ത് അതേ സ്പോട്ടിൽ 40 ആയിരിക്കും. ഇനി ഇത് 50 ഇത് 40 ആണെങ്കിൽ ഇത് 90 അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ 90 ആണെങ്കിൽ ലെഫ്റ്റിലും എത്ര തന്നെ ആയിരിക്കും? 90 ആയിരിക്കും. കോയിൻസിഡൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെയും 90 തന്നെ. കാരണം എന്താ? ഇത് രണ്ടും കൂട്ടിയാൽ 150 കിട്ടണം, അടുപ്പിച്ചുള്ളതാണ്. 90 ആണെങ്കിൽ അത് രണ്ടും സെയിം ആയിരിക്കും. അത് അങ്ങനെയാണ്. 150ന്റെ പകുതിയല്ലേ? 90ക്ക് 90 കുട്ടികളല്ലേ 150 ആവുള്ളൂ. ഇനിയിപ്പോ ഇവിടെ 80 ഒക്കെ ആണെങ്കിൽ ഇവിടെ 100 ആയിനി. അത് ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് നിങ്ങൾക്ക് അത് തരേണ്ടി, ഇനി വിട്ടുപോയതാ. അപ്പൊ ഇവിടെ 90. ഇനി ഞാൻ ചോദിക്കട്ടെ, അടിയിലുള്ള ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അടിയത്തെ ട്രയാങ്കിൾ ഇവിടുത്തെ 60 അല്ലേ? അപ്പൊ മേലെയും അതേ പൊസിഷനിൽ അടിയത്തെ ട്രയാങ്കിളിൽ എന്താണോ ആംഗിള് അത് തന്നെ ആയിരിക്കും മേലത്തെ ട്രയാങ്കിളും വരിക. അപ്പൊ അടിയത്തെ ട്രയാങ്കിളിൽ ഈ പൊസിഷനിൽ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 60 വരും. ഇനി ഇവിടെ എത്ര എന്നുള്ളത് ഇവിടെ അറിയില്ല, അവിടെ വെക്കട്ടെ. മേലെ ഇവിടെ 90 അല്ലേ? ഇപ്പൊ താഴെ ഇവിടെ 90. ഇനി ഇത് 60 ഇത് 90 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും വരിക. അടിയിൽ 30 ആണെങ്കിൽ മേലെ 30. അഥവാ മേലത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾക്ക് 60 90 30. താഴെ നോക്ക് 60 90 30. ഇനി റൈറ്റിൽ നോക്ക് 50 40 90. ലെഫ്റ്റിൽ നോക്ക് 50 40 90. പൊസിഷനിൽ പോലും വ്യത്യാസമല്ല. ഇതാണ് സിമിലർ ട്രയാങ്കിൾസിന്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്ലോക്കിന്റെ കണക്ക് വരുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു ക്ലോക്കിൽ 1 മണിക്കൂറിന്റെ അടിയത്തെ അല്ലെങ്കിൽ 5 മിനിറ്റുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും അറിയാം? 30 ഡിഗ്രി ആയിരിക്കും. ഒരു ക്ലോക്കില്
ടോട്ടല് 12 മണിക്കൂറുകളുടെ ഉണ്ടെങ്കിൽ പോലും ടോട്ടൽ ഇത് 60 മിനിറ്റിനെയാണ് സൂചിപ്പിക്കണം. ഓരോന്നിന്റെ അടിയിൽ 5 എണ്ണം വെച്ച്. അതൊക്കെ അവിടെ കട്ടെ. ഓരോ മണിക്കൂറിന്റെ ഗ്യാപ്പില്ലേ, ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പ് അതെപ്പോഴും 30 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360. അതിപ്പോ 12 മണിക്കൂറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും 30 ഡിഗ്രി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ട്രയാംഗിളിലുള്ള 1-4 ഇതാണ് 5 മിനിറ്റിനുള്ളിൽ ഒരു ഘടികാരത്തിൽ വലിയ സൂചി 5 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? 5 മിനിറ്റിനുള്ളിൽ എത്ര ഡിഗ്രി തിരിയും? മിനിറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് പറഞ്ഞാൽ ഇതാണ്. മണിക്കൂറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് 1 മണിക്കൂർ. അപ്പൊ 5 മിനിറ്റ് എപ്പോഴും മനസ്സിലാക്കുക 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആൻസർ 30 ഡിഗ്രി. അത് തലയിൽ ഉണ്ടായാൽ മതി കേട്ടോ. ഇനി 1-4 എന്നീ ബിന്ദുക്കൾക്കിടയിലുള്ള ആർക്കിന്റെ കേന്ദ്രകോണം 1-4 ഇതാ. 1-4 ഇതിന്റെ അടിക്കുള്ള ആർക്ക് ഇതാണ്. ഇതിന്റെ ആ കോഡ് ഇതാണ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും എത്രയ്ക്കാരം എന്നുള്ളത്? വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ എത്ര മണിക്കൂറുണ്ട്? ഈ ആർക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 1 മുതൽ 2 വരെ 1 മണിക്കൂർ, 2 മുതൽ 3 വരെ 1 മണിക്കൂർ, 3 മുതൽ 4 വരെ 1 മണിക്കൂർ. ഇപ്പൊ ടോട്ടൽ 3 മണിക്കൂറായില്ലേ? 1 മണിക്കൂർ 30 അല്ലേ? അപ്പൊ 3 മണിക്കൂർ എത്ര വരും? 3-30 എത്ര വരും? 90 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ ആംഗിൾ എത്രയ്ക്കാരെന്ന് അറിയാം? 90ന്റെ പകുതി ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. ഇനി ത്രികോണത്തിന്റെ കോണളവുകൾ കാണുക എന്നുള്ളതാണ്. ത്രികോണത്തിന്റെ കോണളവുകൾ കാണണമെങ്കിൽ ആദ്യം സെൻട്രൽ ആംഗിൾസ് കാണാം ഒറ്റ. ഇനി ഇവിടെ കണ്ടോ, ഇത് എത്രയായിരിക്കും? ഇത് 8ന്റെയും 4ന്റെയും ഇടയിൽ. ഇതിന്റെ ഇടയിൽ എത്ര മണിക്കൂറുണ്ട്? 4 മുതൽ 5 വരെ 1 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂർ, ടോട്ടൽ 4 മണിക്കൂർ. 4 × 30 എപ്പോഴും 1 മണിക്കൂറിന്റെ സെൻട്രൽ ആംഗിൾ 30 പഠിച്ചോ. 120 ഡിഗ്രി ആയിരിക്കും വരിക. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 120. ഗണത്തിന് പഠിച്ചോ. ഇനി ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 8 മുതൽ 1 വരെ നോക്കിയോ. 1, 2, 3, 4, 5 5 മണിക്കൂറുണ്ട്. അപ്പൊ 5 × 30 150 വരും. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 90 അല്ലേ? അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ പകുതി ആയിരിക്കും 45. 120ന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 60 ആയിരിക്കും. 150ന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 75 ആയിരിക്കും. എപ്പോഴും പകുതി ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കണം. ഒരു ട്രയാംഗിൾ കണ്ടായിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 50. ഇനി ഇങ്ങനെ വരച്ച് ഇവിടെ 100 ആണെങ്കിൽ ഇതിന്റെ പകുതിക്കാർ ഇവിടുത്തെ 50. അപ്പൊ വളരെ കൃത്യമായിട്ട് തലയിൽ ഉണ്ടാവുക സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് വരിക. സോ ആ കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് ചെയ്യാം. ഇനി ഇത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു ഒരു സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു വരച്ചാൽ ഇത് എത്രയായിരിക്കും എന്ന് അറിയാൻ പറ്റുമോ? ഈ ആംഗിൾ ടോട്ടൽ ഒരു സ്ക്വയറിന്റെ ആംഗിൾ 90 അല്ലേ? സ്ക്വയർ ആയതുകൊണ്ട് ഡയഗണൽ വെച്ച പകുതിയാവും. ഇവിടെ 45. ഓക്കെ ആണല്ലോ. ഇനി ഇത് മതി. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കോഡ് ഇവിടുത്തെ ആംഗിൾ ആണ് കിട്ടേണ്ടത്. ഇവിടുത്തെ ആംഗിൾ കിട്ടണം. ആയിക്കോ. ഇപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ ഇപ്പൊ നമുക്ക് കിട്ടി. ഇവിടെ ഒരു ആംഗിൾ നമുക്ക് കിട്ടി 45. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? മേജറും മൈനറും കൂടി കൂട്ടിയാൽ 45. അത് രണ്ടും കൂടി കൂട്ടിയാൽ മേജർ ആംഗിൾത്തും മൈനറും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുക. അപ്പൊ 45 ആണെങ്കിൽ മറ്റേ 180 45 കുറച്ച് ആൻസർ ആയിരിക്കും വരിക 135. ഉണ്ടോ നോക്കാം. ശരിയാണ്. ഈ രീതിയിലായിരിക്കും വരിക. ഇതെല്ലാവർക്കും അറിയാം. PR എന്നുള്ളൊരു ആർക്ക് കണ്ടോ? ഇതിന്റെ സെന്റർക്കുള്ള ആംഗിൾ അല്ലേ? സെന്റർക്കുള്ള ആംഗിൾ അല്ലേടാ 70. സെൻട്രൽ ആംഗിൾ 70 ആണെങ്കിൽ ബേസിക് ആയിട്ട് ആലോചിക്കും. സർക്കിളും ഏത് ആംഗിൾ വരച്ചാലും അത് അതിന്റെ പകുതി അല്ലേ വരിക 35. ഇപ്പൊ ഇങ്ങോട്ട് വരച്ചാലും അത് 35. ഇങ്ങോട്ട് വരച്ചാലും അത് 35. എങ്ങോട്ട് വരച്ചാലും അത് 35. അപ്പൊ ഇങ്ങോട്ട് വരച്ചാലും അത് 35. സോ 35 ഡിഗ്രി ആയിരിക്കും വരിക. POS എസ് ഇല്ലതില് POS. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ POS എന്ന ട്രയാംഗിൾ. ഇത് 90 അല്ലേ? അപ്പൊ ഇത് എത്ര വരും? 20 വരും. ഓക്കെ ആണല്ലോ. ടോട്ടല് 70, 20, 90. ഇത് ആംഗിൾ കണ്ടാൽ തന്നെ അറിയണം 90 ആണെന്നുള്ളത്. അവിടെ അടയാളപ്പെടുത്തിയിരിക്കണം. ഈ 90 നേരെ ഓപ്പോസിറ്റ് ഇവിടെ 90 ആയിരിക്കും. ഇവിടെ 35 ആയിരിക്കും. ഞാൻ പറഞ്ഞ ഐഡിയ. ഇത് സെൻട്രൽ ആംഗിൾ 70, അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ. ഇപ്പൊ ഇത് എത്രയ്ക്കാരെന്നുള്ള ഗസ് ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റണം. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് നിർത്താം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് 50 ആണെങ്കിൽ ഇത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് 130 അല്ലേ വരിക? ലീനിയർ പെയർ. ഇത് 130 ആണെങ്കിൽ ഇത് എത്രയെന്ന് പറയാൻ പറ്റുമോ? മൈനർ സെഗ്മെന്റ് മൈനറും മേജറും കൂട്ടിയാൽ 180 ഇടണം. ഓപ്പോസിറ്റ് അല്ലടാ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് അല്ലേ ഇത്? ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആംഗിൾസ് അല്ലെങ്കിൽ ആർക്ക് ആംഗിൾസ് സപ്ലിമെന്ററി. അപ്പൊ ഇത് 50 വരും. ഇത് 50 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ 100 വരും. ഇവിടെ 40, ഇവിടെ 40. ഇതെന്തുകൊണ്ടാ? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇതൊരു ഐസോസിലസ് ട്രയാംഗിൾ ആണ്. ഓക്കെ ആണല്ലോ.
ഇതിൽ നിന്ന് ഒ എ ബി എത്ര എന്നുള്ള ചോദിച്ചിരിക്കണം. ഒ എ ബി എന്ന് പറഞ്ഞാൽ 40. എ സി ബി എത്രയെന്ന് ചോദിച്ചിരിക്കണം. എ സി ബി 50. എ ഡി ബി എത്രയെന്ന് ചോദിച്ചിരിക്കണം. എ ഡി ബി 130. ആൻഡ് എ ബി ആംഗിൾ മെയ്ഡ് ബൈ ദ സ്മോളർ ആർക്ക് എ ബി അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, അഥവാ എ ബി എന്നുള്ള സ്മോളർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര? 100. ഇത്രയും രീതിയിലാണ് ആൻസർ ഉണ്ടാവുക. ഇവിടെ എ ഡി ബി നോക്കി എഴുതിയാൽ മതി. 130. എ സി ബി 50, സെൻട്രൽ ആംഗിൾ 100, ഒ എ ബി 40. അതറിയില്ല നിങ്ങൾക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വരയ്ക്കാനുള്ളതുണ്ട്. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യിക്കാം. അതിനായിട്ട് ഞാനൊരു ക്ലാസ് വെച്ചുതരാം കേട്ടോ. വരയ്ക്കാനുള്ള ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടില്ല. വരയ്ക്കാനുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ തന്നെ. നോക്കിയോ, ഇങ്ങനെ ചോദിക്കും. ഡ്രോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാണ്, പറയാം. ഡ്രോ a triangle with angles. Draw a triangle with angles 50 degree and 70 degree. Okay ആണല്ലോ. Draw a triangle of angles 50 degree and 70 degree and circumradius 3 centimeter. ഇത്രയും കണ്ടീഷൻ തന്നാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഡ്രോ എ ട്രയാങ്കിൾ തന്നാണ്ട് പരിവൃത്താരം 3 സെന്റിമീറ്ററും കോണുകൾ 50 ഡിഗ്രി 70 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരയ്ക്കും. അതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. സോ അതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പൊ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ, ട്രയാങ്കിളിന്റെ ഇവിടെ ഒരു 50 വരണമെങ്കിൽ സെന്ററിൽ എത്ര വരണം? അതിന്റെ ഡബിൾ വരണം, 100 വരണം അല്ലെ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആംഗിൾസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ആംഗിൾസ് നമുക്കറിയാം. ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഏത്? 50ഉം 70ഉം. സെൻട്രൽ ആംഗിൾ ആണ് നമുക്ക് കിട്ടേണ്ടത്. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണം. 50ന്റെ ഡബിൾ എടുക്കുക. 50ന്റെ ഡബിൾ 100, 70ന്റെ ഡബിൾ 140. ഇതാണ് നമുക്ക് ആവശ്യം. കാട്ടി തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കുക. എന്നിട്ട് ഈ സർക്കിളിന്റെ സെൻട്രലിൽ നിന്ന് ഈ സർക്കിളിന്റെ സെൻട്രലിൽ നിന്ന് നമ്മൾ റേഡിയസ് വരക്കുന്നത്. ഇതിന്റെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൊട്ടാക്ടർ എടുക്കുക. പ്രൊട്ടാക്ടറീസ് ആണല്ലേ, ഇതെടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. പ്രൊട്ടാക്ടർ വെക്കുന്നുണ്ട് കേട്ടോ. പ്രൊട്ടാക്ടർ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും പ്രൊട്ടാക്ടർ. ഇവിടെ സെന്റർ, ഇവിടെ ഒരു 0 തുടങ്ങുന്ന ട്രാക്കും ഉണ്ടാവും, 180 അവസാനിക്കുന്ന ഒരു ട്രാക്കും ഉണ്ടാവും. ഈ സൈഡ് കാണ ലൈൻ എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ 0 തുടങ്ങുക. തുടങ്ങിയിട്ട് ആദ്യത്തെ സെന്റർ 100 അല്ലേ? അപ്പൊ ആ 100 വരുന്ന ഏകദേശം ഇവിടെ ആയിരിക്കും. കറക്റ്റ് നമ്മൾ ട്രാക്ക് പ്രൊട്ടക്ടറിൽ ഒരു ട്രാക്ക് കയറി പിന്നെ ട്രാക്ക് തന്നെ പോകണ്ട. അപ്പുറത്തെ ട്രാക്ക് കയറരുത്. 2 ട്രാക്ക് ഉണ്ടാവും, നോക്കിയാൽ മതി. അപ്പൊ 100 ഡിഗ്രിന്റെ അവിടെ അടയാളപ്പെടുത്തുക. സോ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. അത് കണക്ട് ചെയ്ത് നമ്മളൊരു വര വരയ്ക്കുന്നു. പുറത്തേക്ക് വെക്കണ്ട. അപ്പൊ ഇങ്ങനെ വരും. പുറത്തേക്ക് വേണമെങ്കിൽ നീട്ടാം. ഓക്കെ ആണല്ലോ, ഇങ്ങനെ നീട്ടാം. പക്ഷെ വരക്കേണ്ട ആവശ്യമില്ല, സ്കെയിൽ വെച്ചാൽ മതി കറക്റ്റ്. ഇനി അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായത് 100 ഡിഗ്രിയാണ്. അവിടെ കേട്ടോ. ഇനി നമ്മൾ പ്രൊട്ടാക്ടർ വെക്കേണ്ടത് ഈ ലൈനമാണ്. ഈ ലൈനമ്മ കറക്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ലൈൻ ഇങ്ങോട്ടല്ലേ, അപ്പൊ ഇവിടുത്തെ 0 തുടങ്ങും. തുടങ്ങിയിട്ട് അടുത്ത സെൻട്രൽ ആംഗിൾ 150 അല്ലെ, 150 അടയാളപ്പെടുത്തുക. ഏകദേശം 150 ഇവിടെ വരും. അടയാളപ്പെടുത്തി ഒരു കുത്തിര. ആ കുത്തൊക്കെ നമ്മൾ സ്കെയിൽ വെച്ച് ചേർക്കുക. അപ്പൊ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്ര ഉള്ളു, കഴിഞ്ഞു. എന്നിട്ട് ചെയ്യേണ്ടത് കളിക്കുടുക്കിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, ഈ പോയിന്റുകൾ തമ്മിൽ വരക്കുക. 1, 2, 3. പിന്നെ ഒരു കാര്യം, സെൻട്രൽ ആംഗിൾ എന്താണെങ്കിലും അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും വരിക? അപ്പൊ 50. ഞാൻ അവിടെ എഴുതാകപ്പാടെ പോടുന്നുള്ളതുകൊണ്ടാണ് ഈ 3 ഞാനൊന്ന് വായിച്ചിട്ടുണ്ട്. റേഡിയസ് ഞാൻ വെറുതെ വരച്ചതിന്. അയ്യോ, ഇനി ഇവിടെ 140 അല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ എത്ര ആയിരിക്കും? ഇവിടെ വരിക, അതിന്റെ പകുതി 70. ഇനി ഇവിടുത്തെ ആംഗിൾ കാണാൻ പണിയൊന്നുമില്ല പ്രതീക്ഷിക്കുന്നത്. എത്ര എന്നുള്ള കണ്ടുപിടിച്ചാൽ പോരെ. ടോട്ടൽ 360 അല്ലേ. അപ്പൊ ഇത് എത്രയെന്ന് ആലോചിച്ച് വെക്കുക. ടോട്ടൽ കൂട്ടി 120 ഞാനത് 2 കൂടി കൂട്ടി 250. 360 120 പകുതി ഇവിടെ 60. സിമ്പിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനത്തെ ട്രയാങ്കിൾസ് ഒക്കെ കാണാം. ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ ലിങ്ക് കയറുക, അല്ലെങ്കിൽ ഈ നമ്പർ
ഈ നമ്പറിൽ മാത്സിലോ SSLC എന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഇട്ടുതരാം. ഓക്കെ ആണല്ലോ? സോ താങ്ക് യു. ഇതിന്റെ ഈ ഒരു സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലാസ് കണ്ട അപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ. വിത്തിൻ 1 day ഞാൻ ഗ്രൂപ്പിലിടും കേട്ടോ. സോ താങ്ക് യു. സൈനിങ്.